ഡെവിൾസ് ലവ് രചന നന്ദന, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അവൾ അവിടെ നിന്ന് നടന്നു പോകുന്നതും അതുവരെ കണ്ണുകൾ അടച്ചു കിടന്ന സൂര്യൻ പതിയെ കണ്ണുകൾ തുറന്ന് അവൾ പോയ വഴിയെ ഒന്ന് നോക്കി. ശേഷം ഒരു പുഞ്ചിരിയോടെ അവൾ തലവെച്ച് കിടന്ന തന്റെ ഇടതുകാലത്തുടയിലേക്ക് വിരലുകൾ ഓടിച്ചു. അതിരാവിലെ തന്നെ ഉറക്കമുണർന്ന സൂര്യൻ തന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന രേവതിയെ കണ്ട് അവളെ ഉണർത്താതിരിക്കാനായി അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. അത്രയും നേരം വരെയും അവളുടെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ നട്ടിരുന്ന അവൾ ഉണർന്നു എന്ന് തോന്നിയതുമാണ് കണ്ണുകൾ അടച്ച് കിടന്ന്. ദേവു, അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവൻ പതി അവിടുന്ന് എഴുന്നേറ്റ് അവളുടെ പിന്നാലെ കിച്ചണിലേക്ക് നടന്നു. കിച്ചണിൽ വന്ന രേവതി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ സ്ലാബിന് പുറത്ത് ഇരുകൈകളും കുത്തി മുന്നിലേക്ക് ആഞ്ഞു നിന്നു. അവളുടെ മനസ്സാകെ സംഘർഷത്തിലായിരുന്നു. ദത്തിന്റെയും സൂര്യന്റെയും അവിടേക്കുള്ള വരവ് അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറച്ചിരുന്നു. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അവളിൽ എന്തിനെന്നറിയാത്തൊരു വെപ്രാളം നിറഞ്ഞു. എത്രയും പെട്ടെന്ന് ആര് വിളിച്ചുണർത്തി ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് തന്നെ അവൾ തീരുമാനിച്ചു. അങ്ങനെ മനസ്സിൽ ഓരോന്നൊക്കെ കൂട്ടിയും കിഴിച്ചും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തന്റെ പിന്നിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. ഞെട്ടിലോടെ അവൾ തിരിഞ്ഞു നോക്കിയതും മാറിൽ കൈയും കെട്ടി തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സൂര്യനെ കണ്ട് അവളൊന്ന് പതറി. എന്താ അവൾ ചോദിച്ച കേട്ടുവെങ്കിലും അവൻ മറുപടിയൊന്നും പറയാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നതേയുള്ളൂ. അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് അവൾ തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഒരു നിമിഷം അവൻ പിടിച്ച കൈയിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ഇട്ടു. നിങ്ങൾ എന്തീ കാണിക്കുന്നത്, എന്നെ വിട്, അവന് നോക്കി രൂക്ഷമായ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ അവനിൽ നിന്നും കുതിരി മാറി. ശേഷം കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന വാതിൽ തുറന്ന് ആ ചുമരിലായി ചാരി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ അത് വാശിയോടെ തുടച്ചു മാറ്റി. രേവു, പിന്നിൽ നിന്നും സൂര്യന്റെ സ്വരം കേട്ടുവെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. രേവു, ഞാൻ പറയുന്നത്. ആളെന്തോ പറയാൻ തുടങ്ങിയതും അവൾ അവന്റെ നേരെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറയ്, ഞാൻ കേൾക്കാം. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ പറയുന്നത് മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. ആളിൽ സങ്കടവും നിരാശയെല്ലാം അലയടിച്ചുകൊണ്ടിരുന്നു. രേവു, ഞാൻ ചെയ്തത് തെറ്റാണ്, സമ്മതിക്കുന്നു. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. മറ്റുള്ളവരുടെ ചതിയിൽ നമ്മൾ വീണുപോയി. അതിന്റെ പരിണിത ഫലവും നമ്മൾ രണ്ടുപേരും അനുഭവിച്ചു. ഇനിയും അതിന്റെ പേരിൽ ഇങ്ങനെ വാശി കാണിക്കണം മോളെ. ജീവിതത്തിന്റെ 22 വർഷങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ആ കാര്യങ്ങളിൽ നിന്നെ പോലെ ഞാൻ ഒറ്റപ്പെട്ട് തന്നെയാണ് ജീവിച്ചത്. തിരിച്ചറിഞ്ഞില്ലെങ്കിലും നിനക്ക് കൂട്ടിന് നമ്മുടെ മോളെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരേവു, ആരുമില്ലാതെ ഒറ്റയ്ക്കല്ലേ ഞാൻ ജീവിച്ചത്, അതും ഏതോ നാട്ടിൽ വർഷങ്ങളോളം. അവൻ ഇടർച്ചയോടെ പറഞ്ഞു കേട്ട് അവളവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളൊന്നും മിണ്ടാതെ മറ്റിങ്ങോട്ടോ നോക്കി നിന്നു. ഇനിയും നിനക്കെന്നോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സാരമില്ല. ഇനി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ ഈ വാശികാരൻ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ മോളുടെ ജീവിതം കൂടിയാണ് രേവു. നമ്മൾ അനുഭവിച്ചൊക്കെ അവളും അനുഭവിക്കണം. നമ്മളറിഞ്ഞ വിരഹദുഃഖം അവളും അറിയണം. അതാണോ നീ ആഗ്രഹിക്കുന്നത്? അവന്റെ ഓരോ ചോദ്യങ്ങളും രേവതിയുടെ മനസ്സിൽ ചാട്ടുളി പോലെ വന്ന് തറഞ്ഞു നിന്നു. പറയ് രേവു, നമ്മൾ അനുഭവിച്ച വേദനകൾ ഇനി മുതൽ നമ്മുടെ മോളും അറിയണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അവന്റെ ഓരോ വാക്കുകളിലും പതറിക്കുന്ന രേവതിയുടെ ഇരുതോളിലുമായി പിടിച്ചു വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഒരു നിമിഷം അവൾക്ക് അവനോട് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവൻ എൻ്റെ കുഞ്ഞിനോട് ചെയ്തൊക്കെ ഒരു തെറ്റും ചെയ്യാത്ത അവൾ എത്രമാത്രം ദ്രോഹിച്ചവൻ. എൻ്റെ കുഞ്ഞിന്റെ മനസ്സും ശരീരവും വേദനിപ്പിച്ചില്ലേ? എന്നിട്ട് എല്ലാം മറന്ന് അവന്റെ കൂടെ ഇനി എൻ്റെ കുഞ്ഞിനെ വിടണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവന്റെ ചോദ്യത്തിൽ അവൾ ആദ്യമൊന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ സ്വഭാവം വീണ്ടെടുത്ത പോലെ അവൾ അവനെ നോക്കി ചീറി. ശരിയാ, അവൻ നമ്മുടെ കുഞ്ഞിനെ ദ്രോഹിച്ചു. പക്ഷെ അതിന് യഥാർത്ഥ കാരണക്കാരൻ ഞാനല്ലേ രേവു? എന്നോടുള്ള സ്നേഹക്കാരനല്ലേ അവൻ നിന്നോടുള്ള പ്രതികാരത്തിനായി നമ്മുടെ മോളെ ദ്രോഹിച്ചു. ഞാനന്നെല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. വളരെ നേരത്തെ തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞേനെ. അവൻ പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ രേവു, തെറ്റ് മുഴുവൻ എൻ്റേതാണ്. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം നിങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ നീ എന്നെ സഹായിക്കണം. എനിക്കറിയാം നിനക്ക് എന്നെ അംഗീകരിക്കാൻ ഉടനെയൊന്നും കഴിയില്ലെന്ന്. എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ നമ്മൾ കാരണം ഇനി നമ്മുടെ മോളുടെ ജീവിതം കൂടി തകർന്നു പോയത് രേവു. ഒരിക്കലും നമ്മുടെ അവസ്ഥ നമ്മുടെ കുഞ്ഞിന് വരരുത്. അവൻ പറഞ്ഞു കേട്ട് അവൾ ഒരു നിമിഷം ആലോചിച്ചു. പക്ഷെ നമ്മൾ അംഗീകരിച്ചാലും അവൾക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയുമോ? അത്രയും വലിയ തെറ്റല്ലേ അവൻ എൻ്റെ മോളോട് ചെയ്ത്? അവൾ സംശയത്തോടെ ചോദിച്ചു. അത് നിനക്ക് ഇതുവരെയും നമ്മുടെ മോളെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ രേവു? അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. മനക്കിൽ നിന്നിറങ്ങിയ ശേഷം നമ്മുടെ മോളുടെ മനസ്സറിഞ്ഞ ചിരി നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും അവളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം നീ കണ്ടിട്ടുണ്ടോ? ഓരോ നിമിഷം അവൾ ദത്തിനെ ഓർത്ത് കണ്ണീരൊഴുക്കുന്നല്ലേ നീ കാണുന്നു? അവൻ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ തന്നെ തറച്ചു കയറി.
ശരിയാണ്, അന്ന് മനക്കിൽ നിന്ന് വന്നതിന് ശേഷം ഒരിക്കൽ പോലും തന്റെ മകളുടെ മനസ്സറിഞ്ഞ ചിരി താൻ കണ്ടിട്ടില്ല. ഓരോ തവണ അവൾ വരുത്തി തീർത്ത പുഞ്ചിരിയോടെ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ തനിക്ക് അത് അവളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. പക്ഷെ അതിനു മുകളിലായി അവൾക്ക് ഒരിക്കലും ദത്തിനോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന ചിന്തയായിരുന്നു തന്റെ മനസ്സ് നിറയെ. ഇനി തന്റെ ധാരണകളൊക്കെയും തെറ്റായിരുന്നു. അവൾ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു. എന്താ രേവു, ഇനി നിനക്ക് സംശയമുണ്ടോ? അവളുടെ ആലോചന കണ്ട് അവനൊരു ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു. ശരി, ഇനിയും നിനക്ക് സംശയമാണെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ തന്നെ നിനക്ക് തെളിയിച്ചു തരാം. അതും പറഞ്ഞ് അവനോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദത്തിനും തനുവും കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. വാതിൽക്കിലെത്തിയതും ഒരു നിമിഷം തിരിഞ്ഞ് രേവതിയെ നോക്കി. ശേഷം പതിയെ അവർ കിടന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഒരു നിമിഷം അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. അവൻ അതേ പുഞ്ചിരിയോടെ തന്നെ തിരിഞ്ഞ് രേവതിയെ നോക്കിയതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ആ നിമിഷം അവൻ വാതിൽക്കിൽ നിന്ന് മാറിക്കൊടുത്തു. ഒരു നിമിഷം മുന്നിലെ കാഴ്ച കണ്ട് രേവതിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ദത്തന്റെ നെഞ്ചിൽ തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന തനും അവന്റെ കൈകളോളം പുണർന്നിട്ടുണ്ട്. അവൾ ഞെട്ടലോടെ സൂര്യന്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പൊ മനസ്സിലായില്ലേ രേവു, നമ്മളുടെ മോളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവന്റെ നെഞ്ചിൽ ചേർന്ന് അവളിങ്ങനെ കിടക്കില്ലായിരുന്നു. അവൻ പറഞ്ഞു കേട്ട് അവളൊരു നിമിഷം മൗനമായി നിന്നു. ശേഷം ഒന്നും മിണ്ടാതെ തിരിഞ്ഞടന്നു സൂര്യൻ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി. തൊടിയിലെ മൂവാണ്ട മാവിന്റെ ചോട്ടിലായുള്ള വലിയ കല്ലിന്റെ പുറത്ത് താടിയിൽ കൈയുമൂന്നിരിക്കുകയാണ് രേവതി. അവളുടെ മനസ്സ് നിറയെ ദത്തന്റെ നെഞ്ചിൽ തലവെച്ചെടുക്കുന്ന തനുവിന്റെ മുഖമായിരുന്നു. തനുവിന് ഇപ്പോഴും ദത്തിനോട് പ്രണയമുണ്ടോ? അവൾക്ക് അവനോട് ക്ഷമിക്കാൻ കഴിഞ്ഞോ? തനിക്ക് വേണ്ടിയായിരുന്നോ അവൾ തന്നോടൊപ്പം വന്നത്? താൻ വിളിച്ചുകൊണ്ട് മാത്രമായിരുന്നോ അന്ന് അവൾ തന്റെ കൂടെ വന്നത്? അവളുടെ മനസ്സ് നിറയെ പലവിധ ചോദ്യങ്ങൾ നിറഞ്ഞുകൊണ്ടിരുന്നു. അവൾ അസ്വസ്ഥതയോടെ മുഖമൊന്ന് അമർത്തി തുടച്ചു. ആ നിമിഷം തോളിലറിഞ്ഞ കരസ്പർശത്തിൽ അവൾ മുഖമുയർത്തി നോക്കി. മുന്നിൽ തന്നെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സൂര്യനെ നോക്കിയ ശേഷം അവൾ അതേ ഇരിപ്പ് തുടർന്നു. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അരികിലായിരുന്നു. ശേഷം അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്തേ, നമ്മുടെ മോളെ കുറിച്ച് ആലോചിക്കായിരുന്നോ? അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇനിയും താൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട രേവു. നമ്മുടെ മോള് ജീവിക്കട്ടെ. കഴിഞ്ഞതല്ല ഒരു ദുസ്വപ്നം പോലെ കണ്ട് അവൾ ദത്തന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവൻ പറഞ്ഞു കേട്ട് അവളൊരു നെടുവീർപ്പോടെ അവനെ നോക്കിയിരുന്നു. അതുപോലെ കഴിഞ്ഞൊന്നും നിനക്കും മറക്കാൻ കഴിയില്ലെന്നറിയാം. നീ ഒന്നും മറക്കുകയും വേണ്ട. പക്ഷെ ചെയ്തു പോയ തെറ്റുകൾ തിരുത്താൻ എനിക്ക് നീ ഒരു അവസരം തരണം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ 22 വർഷങ്ങൾ അതിനി ഒരിക്കലും നമുക്ക് തിരികെ ലഭിക്കില്ല. പക്ഷെ ഇനിയുള്ള നമ്മുടെ ജീവിതം അതും ഇങ്ങനെ നശിപ്പിച്ച് കളയണോ? ബാക്കിയുള്ള നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിച്ചുകൂടെ രേവു? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. അവൾ മറുപടിയൊന്നും പറയാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എങ്കിലും അവന്റെ കൈകളെടുത്ത് മാറ്റാനോ അവന്റെ നെഞ്ചിൽ നിന്ന് അകന്നു മാറാനോ അവൾ തയ്യാറായിരുന്നില്ല. അതൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെയായിരുന്നു. ഇതേ സമയം അടുക്കള വാതിൽക്കിൽ നിന്നുകൊണ്ട് അവരെ തന്നെ നോക്കുന്ന തനുവിന്റെ കണ്ണുകൾ ഈറനായി. എന്നാൽ അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നിരുന്നു. എന്താണ് ഭാര്യ, അച്ഛന്റെ അമ്മയുടെ റൊമാൻസ് കണ്ട് സന്തോഷിക്കുകയാണോ അതോ സങ്കടപ്പെടുകയാണോ? പിന്നിൽ നിന്ന് അവളെ പുണർന്നുകൊണ്ട് ദത്തനെ കുസൃതിയോടെ ചോദിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. തന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാൻ തന്നെ. അത്ര വേഗം എന്നോട് ക്ഷമിക്കാനോ ഒന്നും മറക്കാനോ ഒന്നും തനിക്ക് കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത്രയും വലിയ മഹാഭാവം തന്നെയാണ് ഞാൻ തന്നോട് ചെയ്തത്. അതിന് താൻ തരുന്ന ശിക്ഷ അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് താൻ എന്നെ മനസ്സോട് അംഗീകരിക്കുന്ന കാലം വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അതുവരെ താൻ എന്നോടൊപ്പം തന്നെ വേണം. മനക്കിലേക്ക് താൻ തിരികെ വരണം. താൻ എന്നെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന നാൾ വരെയും നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ കഴിയാം. എന്തു പറയുന്നു? സൂര്യനെ പോലെ തന്നെ പ്രതീക്ഷയോടുള്ള അവന്റെ ആ ചോദ്യത്തിൽ അവൾക്കും മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അവന്റെ ആ തീരുമാനത്തെ മനസ്സുകൊണ്ട് അവൾ അംഗീകരിച്ചിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന സൂര്യമംഗലം തറവാട്. അതിന്റെ മുറ്റത്തായി ഉയർന്നിരിക്കുന്ന വലിയൊരു പന്തൽ. പന്തലിനകത്തിട്ടിരിക്കുന്ന കസേരകളിലായി നിറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എല്ലാവരുടെയും മുഖത്ത് അത്ഭുതവും ആകാംക്ഷയും മാത്രം. അവരെല്ലാം എന്തിനെയോ പ്രതീക്ഷിക്കുന്ന പോലെ കാത്തിരിക്കുകയാണ്. പന്തലിന്റെ ഒരു ഭാഗത്ത് സ്റ്റേജ് പോലെ ചെറിയൊരു മണ്ഡപം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഭാഗത്തായി ഭക്ഷണത്തിന് വേണ്ട സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആളുകൾ നോക്കി നിൽക്കെ പടിപ്പുര കടന്നൊരു ബെൻസുകാർ അകത്തേക്ക് കയറി വന്നു. അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു കാർ. നിമിഷങ്ങൾക്കകം ബെൻസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഡോർ തുറന്നുകൊണ്ട് ദത്തൻ പുറത്തേക്ക് ഇറങ്ങി. തൊട്ടു പിന്നാലെ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വിഷ്ണുവും. അപ്പോഴേക്കും പിന്നിലെ കാറിൽ നിന്നും രാജശേഖരനും മഹാദേവനും ലക്ഷ്മിയും പുറത്തേക്ക് ഇറങ്ങി. 2 വർഷം കൊണ്ട് ദത്തനിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. മെറൂൺ കളറിലെ ഷർട്ടും സിൽവർ കരയുള്ള മുണ്ടുമായിരുന്നു അവന്റെ വേഷം. വലത് കൈയിൽ ഗോൾഡിന്റെ ഇടിവളയും അതോടൊപ്പം തന്നെ ഒരു ചുവന്ന ചരടും ഇടം കൈയിൽ റിസ്റ്റിന്റെ വാച്ചും കെട്ടിയിരുന്നു. കണ്ണുകളിൽ ഒരു സ്പെക്സും സ്ഥാനം പിടിച്ചിരുന്നു. ദത്തനൊരു പുൻസിരിയോടെ മുന്നോട്ട് നടന്നു. അകത്തുനിന്നും സൂര്യനും മറ്റു ബന്ധുക്കളും പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്തേ ലേറ്റായത്? അയാൾ ദത്തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാദേവനോടായി ചോദിച്ചു. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു സൂര്യ.
മഹാദേവൻ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും സൂര്യൻ എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഇതിപ്പോ എന്താ സംഭവം എന്നല്ലേ, ഇന്നിവിടെ ഒരു നൂലുകെട്ടി ചടങ്ങ് നടക്കുകയാണ്. അതിന്റെ ആഘോഷത്തിലാണ് സൂര്യമംഗലം തറവാട്. ലിവിംഗ് റൂമിലിരിക്കുമ്പോൾ ദത്തന്റെ കണ്ണുകൾ അവിടെയാകെ പരതി നടന്നു. പ്രതീക്ഷിച്ച ആളെ കാണാതെ വന്നു. അവന്റെ മുഖമാകെ ഇരുളാൻ തുടങ്ങി. എന്താണ് മോനെ ദത്ത ആയൊരു പരവേശം? പ്രിയതമയെ കാണാതെ ഇരിപ്പുറക്കുന്നില്ലേ? അടുത്തിരുന്ന വിഷ്ണു അവനെ നോക്കി ഒരു കളിയാക്കലോടെ പറഞ്ഞു. ദത്തൻ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. നീ എന്തെങ്കിലും തുറച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല. നിന്റെ പ്രിയതമം പുറത്തേക്ക് ഇറങ്ങിയാൽ ഇനിയും അരമണിക്കൂറെങ്കിലും കഴിയും. അവിടെ ബ്യൂട്ടീഷ്യൻ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അരമണിക്കൂറോ? നിന്നോട് ആര് പറഞ്ഞു? പറഞ്ഞിട്ട് ദത്തൻ ഞെട്ടിലോടെ ചോദിച്ചു. ഗൗരി ദേ അവളിപ്പോ മെസ്സേജ് അയച്ചേ ഉള്ളൂ. അവളുണ്ട് അവരുടെ കൂടെ. ഒരു മാസമായി പെണ്ണിനെ നേരെ ചെവി കണ്ടിട്ട്. അതെങ്ങനെയാ? ഒന്ന് കാണാനായിട്ട് ഓടി വന്ന അപ്പോഴേ കാവൽ പോലെ വാതിക്കൽ നിൽക്കില്ല രണ്ടെണ്ണം. അമ്മയും അപ്പച്ചിയാണത്രേ. എന്നെ കാണുമ്പോ എന്തോ ചെകുത്താൻ കുരിശേണ്ട മാതിരിയാ അവരുടെ നോട്ടവും സംസാരവും ഒക്കെ. സത്യത്തിൽ അവരെന്റെ അമ്മയും അപ്പച്ചി തന്നെയല്ലേ? എന്നിട്ട് എന്തിനാണോ എന്തോ അവരെന്നെ ഇങ്ങനെ ഓടിച്ചു വിടുന്നത്. വിഷ്ണു പറഞ്ഞു കേട്ട് ദത്തൻ ദേഷ്യത്തോടെ മുഷ്ടിയിട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ലടാ പിന്നെ പെറ്റിയടക്കുന്ന പെണ്ണിന്റെ അടുത്ത് നിന്നെ കൂട്ടിയിരുത്താം. എന്താ അത് മതിയോ പൊന്നുമോന്? വിഷ്ണു അവനെ നോക്കി ഒരു കളിയാക്കലോടെ പറഞ്ഞു. ദത്തൻ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഞാനും കൂടി വിചാരിച്ചിട്ട് തന്നെയാണല്ലോ അവളെ പെറ്റത്, അല്ലാതെ ദിവ്യഗർഭുണ്ടായതൊന്നല്ലല്ലോ. അപ്പൊ അവളെ ശുശ്രൂഷിക്കാൻ എനിക്കും അവകാശമുണ്ട്. കെറുവോടെ പറയുന്നതായിട്ട് വിഷ്ണുവിന് ചിരി വന്നു. പൊന്നുമോ ശുശ്രൂഷിക്കാൻ ചെന്നാലേ പിന്നെ അവൾ ആ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കില്ലെന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം. അതാ നിന്നെ അവരധികം അടുപ്പിക്കാത്തത്. വിഷ്ണു അവനെ നോക്കി ഒരു ഇളിയോടെ പറഞ്ഞു. ദത്തൻ അവനെ നോക്കി പല്ലടിച്ചു. പനമോത്തി പുഞ്ചിരി എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടായാൽ മതി. എന്തോ ഓർത്തെന്ന പോലെ ഗൂഢമായൊരു പുഞ്ചിരിയോടെ ദത്തൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വിഷ്ണുവിന്റെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. അവൻ ദയനീയമായി ദത്തനെ നോക്കിയതും അത്രയും നേരം വിഷ്ണുവിന്റെ മുഖത്തുണ്ടായിരുന്ന ചിരി ഇപ്പോൾ ദത്തന്റെ മുഖത്ത് നിറഞ്ഞു നിന്നു. ഇന്ന് ദത്തന്റെയും തനുവിന്റെയും കുഞ്ഞിന്റെ നൂലുകെട്ടാണ് നടക്കുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് സൂര്യമംഗലത്തും മനക്കിലുമുള്ള എല്ലാവരും. അപ്പോഴേക്കും ബന്ധുക്കളൊക്കെ വന്ന് അവരോട് വിശേഷം പറയാനും മറ്റും തുടങ്ങി. തനുവിനെ ഒന്ന് കാണാൻ കഴിയാത്ത ദേഷ്യം മനസ്സിലുണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ അവൻ എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ച മുഖത്തോടെ തന്നെ നിന്നു. അങ്ങനെ ദത്തന്റെ ദീർഘനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ തനുവിന്റെ മുറിയുടെ വാതിൽ തുറന്നു. അവന്റെ കണ്ണുകൾ ആകാംക്ഷയോടെ അങ്ങോട്ട് നീണ്ടു. അപ്പോഴേക്ക് എവിടെ നിന്നോ സൂര്യനോടി അങ്ങോട്ടേക്ക് വന്നിരുന്നു. വെള്ളിക്കസവിന്റെ സാരി ഉടുത്ത് ദത്തന്റെ ഷർട്ടിനോട് ചേർന്ന മെറൂൺ കളർ ബ്രോക്കേഡ് ബ്ലൗസും ധരിച്ച് കഴുത്തിലും കയ്യിലൊക്കെ മിതമായ ആഭരണങ്ങളും ധരിച്ച് ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങിയിറങ്ങിയ തനു ദത്തന്റെ അരികിലേക്ക് വന്നു നിന്നു. ഒരു നിമിഷം തന്റെ മുന്നിൽ വന്നിരുന്ന തനുവിനെ കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. അവന്റെ കണ്ണുകൾ അവളുടെ അടി മുതൽ മുടിവരെ ഒന്ന് ഒഴിഞ്ഞുപോയി. സ്വതവേ വെളുപ്പ് നിറമായിരുന്ന അവൾക്ക് കുറച്ചുകൂടി നിറം വെച്ചു. കവിളുകളൊക്കെ റോസ് നിറമായിരുന്നു. സീറോ സൈസ് ആയിരുന്നവൾ ഇപ്പോൾ നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ട്. അരവരെ കിടന്ന മുടി ഇപ്പോൾ നിതമ്പം കഴിഞ്ഞു. അവളെ അങ്ങനെ നോക്കി നിൽക്കും തോറും അവനവളെ കെട്ടിപ്പിടിച്ച് ഞെക്കി പൊട്ടിക്കാൻ തോന്നി. ഈ പെണ്ണും മനുഷ്യന്റെ കൺട്രോൾ കളയും. അവൻ പിറിവരുത്തോടെ തലയൊന്ന് കുടഞ്ഞു. ശേഷം അവളുടെ അരികിലേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നു. തനു, അവൻ പതിയെ വിളിച്ചുകൊണ്ട് അവളുടെ ചെറുവിരൽ അമർത്തി പിടിച്ചു. അവളൊരു പുഞ്ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ദത്തന്റെ കണ്ണുകൾ തനുവിൽ തങ്ങി നിന്നപ്പോൾ അവന്റെ അരികിൽ നിന്ന സൂര്യന്റെ കണ്ണുകൾ തനുവിന്റെ പിന്നിലായി നിന്ന രേവതിയിൽ തന്നെ ഉടക്കി നിന്നു. സൂര്യന്റെ ഷർട്ടിനോട് ചേർന്ന ഗ്രീൻ കളർ ബ്ലൗസും സെറ്റ് സാരിയും തന്നെയായിരുന്നു അവളുടെയും വേഷം. സൂര്യൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. എന്നാൽ രേവതി ആ ഭാഗത്തേക്ക് പോലും നോക്കിയിരുന്നില്ല. അത് അവനിൽ വിഷമം ഉണ്ടാക്കിയെങ്കിലും അവനത് പുറമേ കാണിക്കാതെ ചിരിച്ച മുഖത്തോടെ തന്നെ നിന്നു. അമ്മാവനും കൊള്ളാം മരുമോനും കൊള്ളാം, രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെ. വിഷ്ണുവിന്റെ അസ്ഥാനത്തുള്ള കമന്റ് അടി കേട്ടുകൊണ്ടാണ് രണ്ടുപേരും തന്റെ പ്രിയപ്പെട്ടവളുമാരിൽ നിന്നും കണ്ണുകൾ മാറ്റിയത്. എല്ലാവരിലും അതൊരു ചിരിയായി മാറിയതും എവിടെ നിന്നോ രണ്ട് കുഞ്ഞിക്കരച്ചിലുകൾ അവരെ തേടിയെത്തി. ഒരു നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് നീണ്ടതും ഒരു പുഞ്ചിരിയോടെ ശ്രീദേവി രാജേശ്വരിയും അവരുടെ അരികിലേക്ക് വന്നു. എന്നാൽ അവിടെ നിന്ന് ഓരോരുത്തരുടെയും കണ്ണുകൾ അവരുടെ കയ്യിലിരുന്ന രണ്ട് കുഞ്ഞുവാവുകളുടെ മുഖത്തായിരുന്നു. കുഞ്ഞിത്തോർത്ത് മുണ്ടുമുടുത്ത് രാജേശ്വരിയുടെയും ശ്രീദേവിയുടെയും കയ്യിലിരുന്നുകൊണ്ട് കൈകാറിട്ടടിക്കുന്ന തക്കുടുക്കുട്ടന്മാരെ അവർ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. അതെ, മുഹൂർത്തത്തിന് സമയമായി. എല്ലാവരും കുഞ്ഞുങ്ങളെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് ആയിരിക്കോളൂ. ഏതോ ഒരു കാരണവർ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. ദത്തനും തനു ആദ്യം ഇറങ്ങി. തൊട്ടു പിന്നാലെ തന്നെ സൂര്യനും രേവതിയും ഇറങ്ങി. ആർക്ക് പിന്നാലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് രാജേശ്വരിയും ശ്രീദേവിയും പിന്നെ ബാക്കിയുള്ള ആളുകളും പുറത്തേക്ക് ഇറങ്ങി. ദത്തൻ തനുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു. തൊട്ടു പിന്നാലെ രാജേശ്വരി അവളുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ തനുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അടുത്ത നിമിഷം അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണിൽ സൂര്യന്റെയും രേവതിയുടെയും നേർക്ക് നീണ്ടു. എല്ലാവരുടെയും മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. സൂര്യൻ എല്ലാവരെയും നോക്കിയൊന്ന് വിളറി ചിരിച്ചു. അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് വന്നിരിക്കാൻ മാവാ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നൂലിട്ടെടുത്തണ്ടേ? ദത്തൻ സൂര്യനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അവിടെ കൂടുന്ന എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. സൂര്യൻ അവനെ നോക്കി പല്ലി അടിച്ചുകൊണ്ട് അവന്റെ അരികിലായി പോയിരുന്നു. തൊട്ടു പിന്നാലെ രേവതിയും തലവിനിച്ചുകൊണ്ട് സൂര്യന്റെ അരികിലായി വന്നിരുന്നു. എന്താ മാവാ, മുഖത്ത് ആകെ ഒരു നാണം. സൂര്യൻ അടുത്ത് വന്നിരുന്നു. ദത്ത മുഖം ചരിച്ചുകൊണ്ട് രാഗിച്ചിരിയോടെ ചോദിച്ചു. നല്ലൊരു ദിവസമായിട്ട് ഇമ്മാതിരി തെറിയെന്ന് വിളിക്കില്ലേ അമ്മാവാ?
ദത്തൻ ഇടത് ചെവിയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് സൂര്യനോടായി പറഞ്ഞു. അതിനവൻ മറുപടിയൊന്നും പറയാതെ ദത്തനെ നോക്കി പല്ലുകടിച്ചു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.